നമസ്കാരം. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യത്തിലോട്ട് അടുത്ത് വരുമ്പോൾ ഒരു പോർട്ട് എത്രത്തോളം ഒരു രാജ്യത്തിന് ഗുണം ചെയ്യും, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അത്തരം ഒരു ആസ്തി എന്നുള്ള വിവരം നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിലും ലോകം മുഴുവൻ ഈ പോർട്ട് ആസ്തികൾ ഉള്ളതുമായി ബന്ധപ്പെടുത്തി എല്ലാ രാജ്യങ്ങളും അതിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്നവർ മതിപ്പ് കണക്കാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കാനഡ സ്വദേശി, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫണ്ട്, ഇൻ്റർനാഷണൽ ഫണ്ടിംഗ് നടത്തുന്ന ഒരു സ്ഥാപനം, കെയ്സെ ഡി ഡിപ്പോ എറ്റ് പ്ലേസ്മെൻറ്റ് ഡു ക്യൂബക്, അവിടുത്തെ പെൻഷൻ ഫണ്ടാണ്, ഏറ്റവും വലിയ പെൻഷൻ ഫണ്ട് വിതരണം ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന കാനഡയിലെ രണ്ടാമത്തെ കമ്പനിയാണ്. CDPQ എന്നാണ് എൻ്റെ ചുരുക്കപ്പേര്, CDPQ. അദ്ദേഹം ദുബായ് പോർട്ടുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ദുബായ് പോർട്ടുമായി അവർ ധനകാര്യ ഇടപാടുകളുണ്ട്. അവർ പറയുന്നത് ഒരു ട്രോഫി അസറ്റാണ്. ഒരു പോർട്ട് എന്ന് പറയുന്നത് ഒരു ട്രോഫി അസറ്റാണ്. ഇഫ് യു ലുക്ക് അറ്റ് വാട്ട് വി ഡിഡ് റീസെൻ്റ്ലി വിത്ത് ജബലലി ആൻഡ് DP വേൾഡ്, ഇറ്റ്സ് എ ട്രോഫി അസറ്റ് ദാറ്റ്സ് പെർഫോമിംഗ് എക്സ്ട്രീംലി വെൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തികളിൽ ഒന്നാണ് പോർട്ടുകൾ. പൊതുവെ ആസ്തിയാണ്. പിന്നെ ദുബായ് പോർട്ട് ഏറ്റവും വലിയ ആസ്തികളിൽ ഒന്നാണ്. സിംഗപ്പൂർ പോർട്ട് അതുപോലെയാണ്. റോട്ടർഡാം അതുപോലെയാണ്. ന്യൂയോർക്ക് പോർട്ട് അതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോർട്ട് അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറ്റ്സ് എ ട്രോഫി അസറ്റ്. അപ്പം അങ്ങനെ നമ്മുടെ പോർട്ടിനെ കുറിച്ച് ആരെങ്കിലും ഇന്ന് വരെ കരുതിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് നമ്മളാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? വിഴിഞ്ഞം പോർട്ടിന് ഏത് പേരാണ് ഉപയോഗിക്കേണ്ടത്? വിഴിഞ്ഞത്തിൻ്റെ ക്രൂ ചേഞ്ച് നടന്ന ഫിഷിംഗ് ഹാർബറിനെ കുറിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്റ്റൻ പറഞ്ഞത് ഡാർലിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. നമ്മുടെ കണ്ടെയ്നർ ടെർമിനലിന് ആരും ഇതുവരെയും പേര് കൊടുത്തിട്ടില്ല. ഇനിയാണ് പേര് കൊടുക്കേണ്ടത്. ഇവിടെ ട്രോഫി അസറ്റ് എന്നാണ് കാനഡയിലെ ഇത്രയും വലിയ ഫണ്ട് മാനേജർ, അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് എമണ്ട്, പ്രസിഡന്റ് ആൻഡ് CEO CDPQ. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ലോകത്തെ ആസ്തികളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ ഇന്ത്യയിലും അവർക്ക് താല്പര്യമുണ്ട്. CDPQ wants to particularly leverage its deep and multi-billion-dollar partnership with DP World, with which it manages 10 ports worldwide. ലോകം മുഴുവൻ 10 പോർട്ടുകൾ നടത്തുന്നതിൻ്റെ പങ്കാളികളാണ് ഈ കാനഡയിലെ ഈ ഫണ്ട് മാനേജേഴ്സ്, പെൻഷൻ ഫണ്ട് മാനേജേഴ്സ്. അപ്പോൾ അവർക്കറിയാം ഈ പോർട്ടുകളിൽ നിക്ഷേപിച്ചാൽ എത്രത്തോളം വരുമാനമുണ്ടാകും എന്ന് കൃത്യമായി അറിയുന്നതുകൊണ്ടാണ് അവിടുത്തെ പെൻഷൻ ഫണ്ട് അവർ DP വേൾഡുമായി ചേർന്ന് ലോകത്തിലെ 10 പോർട്ടുകൾ നടത്തുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ത്രൂ ദ പാൻഡമിക്, when a lot of things were upside down, ports turned out to be quite a resilient sector within the infrastructure portfolio. കോവിഡ് കാലത്ത് എല്ലാം തകിടം മറിഞ്ഞു. എല്ലാ ബിസിനസ്സിനും തിരിച്ചടികളുണ്ടായി. മറ്റെല്ലാ രംഗങ്ങളും മോശപ്പെട്ട നിലയിൽ കൂപ്പുകുത്തിയപ്പോഴും പോർട്ടുകൾ ഒരു വലിയ ടേൺഡ് ഔട്ട് ടു ബി ക്വയറ്റ് റെസീലിയൻ്റ്. അത് അതിൻ്റെ ആരോഗ്യകരമായ സ്ഥിതി പിടിച്ചു നിർത്തിയിരുന്നു. കാരണം സപ്ലൈ ചെയിൻ മുടങ്ങാതെ നോക്കേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഭക്ഷണമില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഓയിലും പെട്രോളും ഇല്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം മിനിമം ലെവലിലെങ്കിലും സപ്ലൈ ചെയിൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് പാൻഡമിക്കിൻ്റെ കാലത്തും ആവശ്യമായിരുന്നത് കൊണ്ട് പോർട്ടുകൾ ആ സമയത്തും സജീവമായി പ്രവർത്തിച്ചു എന്നാണ്. പ്രത്യേകിച്ച് ഇവർക്കറിയാം 10 പോർട്ടുകൾ ലോകത്തിൽ നടപ്പാക്കുന്ന ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രാധാന്യമാണ് പോർട്ടുകൾക്കുള്ളതെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. We have a preference to focus on ports and we would like to do something either on our own or with DP World in India too, he said, keeping in mind the fast growth of private ports in India, either through acquisitions or government divestments. പ്രൈവറ്റ് പോർട്ടുകളുമായിട്ട് ചേരുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ടുകളിൽ പങ്കാളിയാവുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ഗവൺമെൻറ് പോർട്ട് ഏറ്റെടുക്കുക എന്നുള്ള നിലയിൽ ഇന്ത്യയിലും അവർക്ക് താല്പര്യമുണ്ട്. ചിലപ്പോൾ DP വേൾഡുമായിട്ട് ചേർന്നായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കാം. ഇപ്പോൾ ലോകത്തിൽ ഇത്രയധികം ഫണ്ട് മാനേജ് ചെയ്യുന്നവർ പോലും ഓരോ രാജ്യത്തും പ്രൈവറ്റ് സെക്ടറായാലും പബ്ലിക് സെക്ടറായാലും പോർട്ടുകൾക്കുള്ള പ്രാധാന്യമാണ് അവർ പറയുന്നത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രാധാന്യം എത്ര പേർ, ഏതളവിൽ, ഏത് പോർട്ടുമായിട്ട് കമ്പയർ ചെയ്താണ് നമുക്ക് വളരാൻ കഴിയുക എന്ന് യഥാർത്ഥത്തിൽ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് ഇതുവരെയും ഒരു നീക്കവും നമ്മൾ കണ്ടിട്ടില്ല, ഒരു അഭിപ്രായ പ്രകടനവും കണ്ടിട്ടില്ല. ഇപ്പോഴും മറ്റ് പോർട്ടുകളാണ് വലിയ പോർട്ടുകൾ, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. വാദ്വാൻ
വധ്വാൻ പോർട്ടിൽ 76,000 കോടി, ഗലതിയ പോർട്ടിൽ അതുപോലെ. അപ്പോഴും വിഴിഞ്ഞത്തെ കേന്ദ്രതലത്തിൽ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥ തലത്തിൽ വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അത് നമ്മളാണ് ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ മാത്രമായിരിക്കും അത് തുടരാനും പോകുന്നത്. ഷെൻഹുവ 16 രാവിലെ തന്നെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ രണ്ടാമത്തെ കപ്പലാണോ മൂന്നാമത്തെ കപ്പലാണോ എന്നറിയില്ല, ഷെൻഹുവ വന്നപ്പോൾ സെയിലിംഗ് കമൻട്രി പറഞ്ഞു, കപ്പൽ വരുന്നത് മുൻകൂട്ടി കണ്ട് ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കസ്റ്റംസ്, ഇമിഗ്രേഷൻ, ഹെൽത്ത്, പോർട്ട് അധികൃതർ തുടങ്ങി എല്ലാവരും നേരത്തെ റെഡിയായി നിന്നാൽ കപ്പലിന് നേരെ അങ്ങ് ഓടിച്ച് ഹാർബറിനകത്തോട്ട് കയറ്റാം. കപ്പൽ സ്വയം ഓടിച്ച് വരത്തില്ല. അപ്പോൾ ടഗ്ഗെല്ലാം അതിന് തയ്യാറായി നിന്നാൽ വരുന്ന ഉടനെ തന്നെ ടഗ്ഗുമായി ചേർന്ന് അതിൻ്റെ ക്യാപ്റ്റൻ കപ്പലിലോട്ട് പ്രവേശിക്കുന്നു. ഉടനെ തന്നെ ബോട്ടിനകത്തോട്ട് കയറാം. അപ്പോൾ ഒരു പ്രേക്ഷകൻ അന്ന് സെയിലിംഗ് കമൻട്രിയെ കളിയാക്കി, അങ്ങനെ അങ്ങ് ഓടിച്ച് കയറ്റാൻ പറ്റുന്നതാണോ ഇത്തരം കപ്പലുകൾ? ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത്? അവരുടെ ETA എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ ഇന്ന് വൈകുന്നേരമായിരുന്നു. ഉച്ചയ്ക്ക് 1:30 യൂണിവേഴ്സൽ ടൈം പറയുമ്പോൾ പ്ലസ് 5.5 hours. അപ്പോൾ ഒരു വൈകുന്നേരം 6 മണി 7 മണി സമയത്താണ് യഥാർത്ഥത്തിൽ കപ്പൽ എത്തേണ്ടിയിരുന്നത്. ഇപ്പോഴങ്ങനെയാണ് പ്രവേശിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവർ ഓട്ടത്തിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുകയും മറ്റും ചെയ്തിട്ട് അവർ നേരത്തെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു നിമിഷം പോലും വൈകാതെ കപ്പലിനെ ഓടിച്ചകത്ത് കയറ്റാൻ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാവരും നടത്തി. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കും. തടസ്സങ്ങളില്ലാതെ പുറംകടലിൽ ദിവസങ്ങളോളം കിടന്നൊരു അനുഭവം നമുക്കുണ്ട്. അതിൽ നിന്ന് മാറി വരുന്ന സമയം വൈകിയാണ് അറിയിച്ചിരുന്നതെങ്കിലും നേരത്തെ എത്തിയിട്ടും കപ്പലിനെ പുറംകടലിൽ കിടത്താതെ ഹാർബറിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ നടപടി സ്വീകരിച്ച എല്ലാവരെയും സെയിലിംഗ് കമൻട്രി സല്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ആവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എല്ലാ ഒരുക്കവും 24/7 നമ്മൾ എല്ലാ സമയത്തും സന്നദ്ധരാവണം. നമ്മളൊരു വലിയ മാറ്റം ഈ നാട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരെയും, എമിഗ്രേഷൻ, കസ്റ്റംസ്, ഹെൽത്ത്, പോർട്ട് സെക്ടർ, പോർട്ട് ഓഫീസർ തുടങ്ങി അദാനി ഗ്രൂപ്പ് എല്ലാവരെയും സല്യൂട്ട് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഇതേ ശൈലിയിലാവണം നമ്മൾ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ചില നീരസം സെയിലിംഗ് കമൻട്രി പ്രകടിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിൽ വലിയ അഭിനന്ദനമാണ് അർഹിക്കുന്നത്. വലിയ കാര്യം നമ്മൾ ചെയ്തു. ഇതേ സ്പിരിറ്റിൽ നമുക്ക് ഇനി മുന്നോട്ട് പോയാൽ ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നതിൽ വേൾഡിൽ തന്നെ നമുക്ക് റെക്കോർഡ് സൃഷ്ടിക്കാൻ പറ്റും. അത് തന്നെ ഒരു ഗ്ലോബൽ വാർത്തയാവും. വിഴിഞ്ഞത്തിൻ്റെ വലിയ പുരോഗതിയിലോട്ട് അത് നയിക്കും. ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി സല്യൂട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ സെയിലിംഗ് കമൻട്രി അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, ഏലിയാസ് ജോൺ.